അതിർത്തിയിൽ വീണ്ടും ഡ്രോണുകളുടെ ചിറകടി ശബ്ദം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുറിവുകൾ ഉണങ്ങും മുൻപേ പാകിസ്ഥാൻ വീണ്ടും കളിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒന്നോർത്തോളൂ, ഇത് പഴയ ഇന്ത്യയല്ല. അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകൾക്ക് മറുപടി വെടിയുണ്ടകൾ കൊണ്ട് തന്നെ നൽകാൻ സൈന്യം സജ്ജമായി കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിർത്തിയിൽ പാകിസ്ഥാൻ ഡ്രോണുകളുടെ തള്ളിക്കയറ്റമാണ്. ഒരു വലിയ പ്രകോപനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ. ജനുവരി 9 ശേഷം മാത്രം 12ഓളം ഡ്രോണുകളാണ് ഇന്ത്യൻ ആകാശത്തേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പൂഞ്ച്, സാംബ, നൌഷേര, രാജൌരി മേഖലകളിൽ പാക് ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്നു. ആർമിയുടെയും റിപ്പബ്ലിക് ദിനവും അടുത്തിരിക്കെ ഇന്ത്യ എന്തെങ്കിലും തിരിച്ചടി നൽകുമോ എന്ന ഭയമാണ് പാകിസ്ഥാന്. ഈ ഭയം കാരണമാണ് ലൈറ്റുകൾ തെളിച്ച് താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് അവർ ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഓരോ ചലനവും തങ്ങളുടെ റഡാറുകളിൽ വ്യക്തമാണെന്ന് ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കർശന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നേരത്തെ അയച്ചിരുന്ന മാരകമായിട്ടുള്ള കമികാസി സൂയിസൈഡ് ഡ്രോണുകൾക്ക് പകരം ഇപ്പോൾ നിരീക്ഷണത്തിനായുള്ള ചെറിയ ഡ്രോണുകളെയാണ് പാകിസ്ഥാൻ നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ വലിയ ഒരു ചതി ഉണ്ടെന്നാണ് മുൻ DGP SP വൈദ് വ്യക്തമാക്കുന്നത്. മയക്കുമരുന്നും ആയുധങ്ങളും അതിർത്തി കടത്താനുള്ള ഒരു നീക്കമാണിത്. ഭീകരരെ ഇന്ത്യയിലേക്ക് തള്ളാൻ പാകിസ്ഥാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്രതിരോധ നിരയിൽ ഒരു വിടവ് പോലും കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ അതിർത്തിയിൽ സജീവമായി കഴിഞ്ഞു. അതിക്രമിച്ചു കയറുന്ന ഡ്രോണുകൾക്ക് നേരെ സൈന്യവും വെടിയുതിർക്കുന്നുണ്ട്. പാക് സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയെ ഇന്ത്യ ഇതിനോടകം തന്നെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ അയച്ചു വിടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി സുരക്ഷാ വലയം ഇന്ത്യ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അവിവേകത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അത് വലിയ യുദ്ധത്തിലേക്കായിരിക്കും വഴി തുറക്കുക. അതിർത്തിയിൽ സൈന്യം കണ്ണിലെണ്ണയൊഴിച്ച് കാവലിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഡ്രോൺ കളി തുടർന്നാൽ ഇന്ത്യയുടെ മറുപടി പ്രവചനാതീതമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.